എല്ലാവർക്കും ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് സ്വാഗതം. അസ്തി സ്വസ്തരുണീകരാഗ്രവിലസൽക്കൽപ്പപ്രസൂനാപ്ലുതം വസ്തു പ്രസ്തുത വേണുനാദലഹരീ നിർവാണ നിർവ്യാകുലം സ്രസ്തസ്രസ്തനിരുദ്ധനീവിവിലസദ്ഗോപീ സഹസ്രാവൃതം ഹസ്തന്യസ്തനതാപവർഗമഖിലോദാരം കിശോരാകൃതി. സ്വർഗസുന്ദരിമാരായ അപ്സരസുകൾ കൽപ്പക വൃക്ഷത്തിലെ പൂക്കൾ പെറുക്കി ഇങ്ങനെ നടക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പൊഴിയുന്ന പൂക്കളിൽ മുഴുകിയ ഒരു വസ്തു ഉണ്ടത്രേ. സ്വർഗത്തിലാണല്ലോ കൽപ്പവൃക്ഷമുള്ളത്. അതുപോലെ വേണുനാദത്തിൻ്റെ അലകൾ ഉണ്ടാക്കിയിട്ട് പരമാനന്ദത്തിൽ ലയിച്ചു നിൽക്കുന്നു അത്രേ അത്. പിന്നെയോ വീണ്ടും വീണ്ടും അഴിയാൻ തുടങ്ങുന്ന വസ്ത്രത്തെ തടഞ്ഞുകൊണ്ട് ഗോപസ്ത്രീകൾ തേനീച്ചകളെ പോലെ ആ വസ്തുവിന് ചുറ്റും പൊതിയുന്നുണ്ടത്രേ. ഭക്തന്മാർ തിരയുന്ന ബ്രഹ്മാനന്ദ സുഖം ഈ വസ്തുവിൽ ആണത്രേ നിറഞ്ഞിരിക്കുന്നത്. ഇന്നത് എന്ന് പറയാൻ സാധിക്കാത്ത എല്ലാറ്റിലും ഉത്കൃഷ്ടമായ ആ വസ്തുവിന് കിശോര രൂപമാണ് എന്നും സ്വാമിയാർ പറയുന്നു. ഇതാണ് പൊതുവെ ഈ ശ്ലോകത്തിൻ്റെ ഒരു അർത്ഥം. ഈ ശ്ലോകത്തിന് നമുക്ക് ഭട്ടതിരിപ്പാടിൻ്റെ ശ്ലോകം ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം എന്ന് തോന്നുന്നുണ്ട്. ആദ്യത്തെ ശ്രീമന്നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു അസ്പഷ്ടം എന്ന്. അതാണ് ഇന്നത് എന്ന് പറയാൻ പറ്റാത്തത് എന്ന് സ്വാമിയാരും പറയുന്നു. സ്വാമിയാരുടെ ഭട്ടതിരിപ്പാടിനേക്കാളും ഒരുപാട് മുമ്പുള്ള ആളാണ് വില്വമംഗലം സ്വാമിയാർ. അതുപോലെ ഭട്ടതിരിപ്പാടിൻ്റെ അവസാനത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലും പറയുന്നു ദിവ്യ കൈശോരവേഷം എന്ന്. ആ കൈശോരവേഷം തന്നെയല്ലേ ഇതും. സ്വാമിയാരുടെ ശ്ലോകത്തിൽ ഗോപസ്ത്രീകളാണ് ആ വസ്തുവിനെ പൊതിഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞെങ്കിൽ ഭട്ടതിരിപ്പാടിൻ്റെ ഇതിൽ ഉപനിഷത്ത് സുന്ദരിമാരാണ് എന്നേ വ്യത്യാസമുള്ളൂ. സുഖം അന്വേഷിക്കുന്നവർക്ക് പരമസുഖരസം തരുന്നതാണ് ആ വസ്തു എന്നാണ് രണ്ടുപേരും പറയുന്നത്. ഇതിൻ്റെ തർജ്ജമ നോക്കാം. വേണുമ്പോൾ സുരനാരിമാർ ചൊരിയുമാ കൽപ്പപ്രസൂനാർച്ചിതം വേണൂനാദമദം നുകർന്നു വരനിർവാണം വരിക്കും വിധൗ വീണീടും തുകിൽ കൈകൾ കൊണ്ടു തടയും ഗോപീജനാരാധ്യനായി വാണിടുന്നു കിശോരരൂപനവിടെ മുക്തിപ്രദൻ സർവദാ. ഈ ശ്ലോകം ശാർദൂല വിക്രീഡിതം വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ശ്ലോകവുമായി അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.